നമസ്കാരം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. രാജ്യത്തെ പൗരന്മാരുടെ വ്യക്തിഗത വിവരസുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നിർണായക തീരുമാനവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇനി മുതൽ ആധാർ കാർഡിന്റെ ഫോട്ടോകോപ്പികൾ ആർക്കും നൽകാനോ സ്ഥാപനങ്ങൾക്ക് സൂക്ഷിക്കാനോ കഴിയില്ല. യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ UDA ആണ് പുതിയ കർശന നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രധാന തിരിച്ചറിയൽ രേഖയായ ആധാറിന്റെ ഫോട്ടോകോപ്പികൾ കൈപ്പറ്റുന്നതും സൂക്ഷിക്കുന്നതും നിയമലംഘനമായി കണക്കാക്കും. പുതിയ നിയമം അനുസരിച്ചില്ലെങ്കിൽ കടുത്ത ശിക്ഷാ നടപടികൾ ഉണ്ടാകും. എന്തിനാണ് ഈ മാറ്റം? വ്യക്തിഗത ഡാറ്റ ദുരുപയോഗം തടയുക, ഉപയോക്താക്കളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് ഇതിന് പിന്നിൽ. കാരണം പല സ്ഥലങ്ങളിലും നൽകുന്ന ആധാർ കോപ്പികൾ എവിടെ പോകുന്നു, ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ഉപഭോക്താക്കൾക്ക് അറിയാൻ സാധിക്കില്ലായിരുന്നു. ഇത് വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ഫോട്ടോകോപ്പികൾക്ക് പകരമായി തിരിച്ചറിയൽ പരിശോധനകൾ ഇനി മുതൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തണം. ഹോട്ടലുകൾ, പരിപാടി സംഘാടകർ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവർക്കെല്ലാം ഇത് ബാധകമാണ്. QR കോഡ് വഴിയോ ആധാർ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ മാത്രമേ ഐഡന്റിറ്റി സ്ഥിരീകരിക്കാൻ ഇനി സാധിക്കൂ. ആധാർ പരിശോധന നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളും പുതിയ ഡിജിറ്റൽ സംവിധാനത്തിന് കീഴിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം. ഓഫ്ലൈൻ സ്ഥിരീകരണം വേണ്ട സ്ഥാപനങ്ങൾക്ക് ഇതിനായുള്ള സൗകര്യം UDA ലഭ്യമാക്കും. ഇത് ഇടനിലക്കാരുടെ സഹായം ഒഴിവാക്കാനും സഹായിക്കും. ഈ മാറ്റം ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഭാഗമാണ്. പേപ്പർ ഉപയോഗം കുറയ്ക്കാനുള്ള സർക്കാർ തീരുമാനവും ഇതിലൂടെ നടപ്പിലാകും. ചുരുക്കത്തിൽ, നിങ്ങളുടെ ആധാർ കാർഡ് ഇനി പേപ്പർ കോപ്പിയായി കൈമാറാതെ ഡിജിറ്റലായി സുരക്ഷിതമാക്കാം. ഇത് പൗരന്മാർക്ക് വലിയ ആശ്വാസമാണ്. ആധാർ സുരക്ഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വാർത്ത കൂടുതൽ പേരിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക. മറ്റൊരു പ്രധാന വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.